ഹലോ ഗെയിമേഴ്സ്, ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഇൻഫോ എന്ന് പറഞ്ഞാൽ MRC ഫാൽക്കൺ ആൻഡ് അലീന ഇഷ്യൂവിൽ MRC ഗാങ്ങിൽ നിന്നും ഫാൽക്കണെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാൽക്കണെ MRCയിലേക്ക് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് ഷെയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ, അശ്വിൻ ചേട്ടൻ, ബിലാൽ, മാക്ക്, ഷമീർ, റാംബോ 6 ആൾക്കാർ കൂടിയിട്ടാണ് ഈ ഡിസിഷൻ എടുക്കുന്നത്. ഫാസ്റ്റ് ഈസ് ഫാസ്റ്റ് ആണ്, അത് എനിക്കറിയാം. നമുക്ക് ഞാൻ പറഞ്ഞു വരാം, മനസ്സിലായോ? എന്തോ ആയിക്കോട്ടെ, ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ 6 ആൾക്കാരും കൂടി ഇരുന്ന് ഓനോട് സംസാരിച്ച് ഓൻ്റെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് ഓനെ ഗ്യാങ്ങിൽ നിന്ന് ഓനെ ഇറക്കി വിടുകയാണെങ്കിൽ ഓന് ഇഷ്യൂ ഇല്ല എന്ന് ഓൻ പറഞ്ഞതിൻ്റെ പുറത്ത് മാത്രം തന്നെയാണ് ഓനെ പുറത്താക്കിയത്. അല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് ഇത്രയും ടാർഗറ്റിങ് വരുന്നതിൻ്റെ ഇടക്ക് ഇതേപോലെ ഒരു RP അപരാധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ, അതും MRCനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, MRCയിലെ പ്ലേയേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ഒരു സാധനം വരുമ്പം അത് കണ്ടുകാണ്ട് നമ്മൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഇതേപോലത്തെ പല പ്ലേയേഴ്സിൻ്റെയും, അഥവാ ചിലപ്പോൾ KVNൻ്റെയും TVയിലൊക്കെയുള്ള പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർവർ എപ്പോഴും ആക്ഷൻസ് എടുക്കേണ്ടി വന്നുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ആ ഗ്യാങ് ആക്ഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലിറ്ററലി എന്താണെന്ന് വെച്ചാൽ RP അപരാധം എന്ന് പറയുന്ന ആ പേജിൽ നിന്ന് വരുന്ന സാധനത്തിൻ്റെ പുറത്ത് നമ്മൾ ലിറ്ററലി നമ്മളെ ഗ്യാങ്ങിന് വേണ്ടി ആക്ഷൻസ് എടുക്കുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കി, മനസ്സിലായോ? അത് ഇനി എന്തായാലും ഉണ്ടാവില്ല. അതിന് ഇനി എന്ത് തേങ്ങാക്കൊല വന്നാലും അത് നമ്മൾ ഇതാക്കില്ല. ക്രാറ്റോസ് ഓഫ് സ്പാർത്ത, താങ്ക് യു ഫോർ ദ $10 ബോസ് മിസ്ഡ് യു. ഇനി ഇങ്ങനെ ബ്രേക്ക് എടുക്കില്ല, ഇല്ല. അതുകൊണ്ട് അതിലിഞ്ഞ് എന്തൊക്കെ ആറാമ്പറപ്പ് വന്നാലും അത് നമ്മൾ ഈ പറയണ പോലെ അതിൻ്റെ പേരിൽ ഇനി ഒരു ഡിസിഷൻ എന്തായാലും ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് കളയുന്ന രീതിക്കോ അല്ലെങ്കിൽ ആ ഒരു മെമ്പറിനെ സസ്പെൻഡ് ചെയ്യുന്ന രീതിക്കോ നമ്മൾ എന്തായാലും ആക്ഷൻസ് എടുക്കില്ല. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസ്, നമ്മൾ MRC ഓഡിയൻസ് മനസ്സിലാക്കാനാണ്. കുറച്ച് പേര് ചിലപ്പോൾ അവിടുന്ന് ഇവിടുന്ന് വന്നൊക്കെ കേൾക്കുന്നവരുണ്ടാവും. എന്നാൽ പോലും നമ്മൾ ഓഡിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹാക്ക് ഇട്ട് കളിച്ചതാണെന്നുണ്ടെങ്കിൽ സെർവറിന് ഡയറക്റ്റ് ആക്ഷൻസ് എടുക്കാൻ പറ്റും. ഇതേപോലെ ലേഡീസ് ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിത്ത് കൺസേണോട് കൂടിയേ കളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന റീസൺസ് ഉള്ള കാര്യങ്ങൾ, അഥവാ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫാൽക്കന് കളിക്കണം എന്നുണ്ടെങ്കിൽ അലീനൻ്റെ കൺസേൺ വേണ്ടി വരും, കൺഫേമാണ്. ഈ പറയുന്ന കപ്പ് കേക്ക് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ ഈ അലീന അപ്രൂവ് ചെയ്താൽ മാത്രമേ ഓനിപ്പം ചിലപ്പോൾ സെർവറിൽ കളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇൻഡെഫിനിറ്റ് ബാൻ, മനസ്സിലായോ? പക്ഷെ നിലവിലെ ഓള് ഒന്നും ചെയ്തിട്ടില്ല, കറൻ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഓനെ ഓൾറെഡി നമ്മൾ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് കളഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്തിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഫാൽക്കൻ എന്തായാലും നമ്മൾ തിരിച്ചെടുക്കും. അത് എന്തായാലും ഇപ്പോഴെന്നല്ല, നമ്മൾ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാ പ്രശ്നങ്ങളൊന്നും തീർന്ന നമ്മൾ എന്തായാലും തിരിച്ചെടുക്കും. കാരണം ഈ ഒരു സാധനം റേജ് വെയിറ്റിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു പാസ്റ്റിൽ പറ്റിപ്പോയ ഒരു സംഭവമാണ്, മിസ്റ്റേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫാൽക്കൻ ഇവിടെ വന്നതിന് ശേഷം അത്രയും ഡീസൻ്റ് ആയിട്ട് പല പ്രാവശ്യം ഓൻ്റെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയണമെന്നുണ്ടെങ്കിൽ പോലും മോനെ പലവട്ടം ഞാൻ പേഴ്സണലി പോയാണ്ട് ചില സമയത്ത് സ്കോൾഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ചില സമയത്ത് വാൺ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞ് സംസാരിച്ച് സോൾവ് ചെയ്തതിന് ശേഷം ഇന്ന് കറൻ്റ്ലി ഫാൽക്കൻ ഗ്യാങ്ങിൻ്റെ അകത്ത് സത്യം പറയാലോ മാന്യമായിട്ട് കളിച്ചുകൊണ്ട് പോയി നിൽക്കുന്ന ഒരു പ്ലെയറാണ്. എത്രയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഓൻ പാസ്റ്റിൽ വേറെ ടെക്സാസിൻ്റെ ലീഡറും അതേമാതിരി KVൻ്റെ കോ ലീഡറും ഒക്കെ ആയ സമയത്ത് ചിലപ്പോൾ ഓന് പല മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ടാവും. ഇവിടെ എന്തെന്നെയാണെന്നുണ്ടെങ്കിലും ഇത് ബാക്കിയുള്ള ഗ്യാങ്ങിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിലും ഗ്യാങ്ങിൻ്റെ ഓഡിയൻസ് ആണെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ഗ്യാങ്സിലൊക്കെ ഇതേപോലെ കയറി വന്ന പ്ലേസ് പാസ്റ്റിൽ പലതും പറഞ്ഞ് പല വീഡിയോ ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ടു. എനിവേ അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അതേപോലെ ഫാൽക്കനും അങ്ങനെ ഒരു സമയത്ത് പറ്റിപ്പോയതിൻ്റെ പേരിൽ ഇവിടെ ഓൻ്റെ ഒരു ഫ്യൂച്ചർ വെറുതെ അല്ലെങ്കിൽ ഓൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി വെറുതെ കളയുന്ന രീതിക്ക് ആരും തന്നെ ഓനെ ടാർഗറ്റ് ചെയ്ത് വെറുതെ മൈൻഡ് ഫക്ക് ആക്കരുത്. അത് എന്തായാലും ഓനൊരു സമയത്ത് എന്തായാലും മേ ബി ഒരു ടൈം നമുക്ക് ഇപ്പോൾ നോക്കിയിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഫാൽക്കൻ എന്തായാലും MRCക്ക് തിരിച്ചു വരും. ഫാൽക്കൻ MRCയിൽ ഉണ്ടാവും. അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അവനെ കൊണ്ടുവരുള്ളൂ എന്തായാലും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞ് MRCയിൽ റീസെൻ്റ്ലി ജോയിൻ ചെയ്ത പ്ലെയർ ആയിരുന്നു ക്വാർട്ടർ. KVയിൽ നിന്നായിരുന്നു ക്വാർട്ടർ MRCയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് MRC ലീവ് ചെയ്ത് ക്വാർട്ടർ പോകുന്നതിനെ കുറിച്ചും നമ്മളെ ഷെയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്വാർട്ടർ ഗ്യാങ്ങിൽ നിന്ന് പോകാനുള്ള റീസൺ, ക്വാർട്ടറിന് റീസെൻ്റ്ലി DM-ലൊക്കെ വന്നിട്ട് എല്ലാവരും ഇതേപോലെ ഓം ഫെയിം ഡിഗറാണ്, ഗോൾഡ് ഡിഗറാണ്, അതേപോലെ ഓൻ പൈസക്കും വേണ്ടിയിട്ടാണ് KVന്ന് ഇറങ്ങിയത്, അങ്ങനെ തുടങ്ങി ഓനെ ഭയങ്കര മൈൻഡ് ഫോക്ക് ആക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ഓൻ തന്നെ
ലിറ്ററലി റിയലൈസ് ചെയ്തതാണ് ഓൻ ഇവിടെ ഒരിക്കലും നല്ല രീതിക്ക് കളിക്കാൻ കഴിയൂല എന്ന് തോന്നിയതുകൊണ്ടാണ് ഓൻ ഇറങ്ങണത്. ഞങ്ങൾ ഓനോട് കുറേ പ്രാവശ്യം പറഞ്ഞു, ഞാൻ, ബിലാൽ, മാക്ക്, എല്ലാവരും ഞങ്ങൾ സംസാരിച്ചതാണ്. ഇന്നലെ രാത്രി ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ്. എന്നാണ് റിട്ടേൺ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പോലും MRCയിൽ കളിക്കുക എന്നുള്ളത് പറഞ്ഞപ്പോൾ പോലും കോട്ടർ അങ്ങനെയാണ് ഇതിൽ നിന്ന് ഇറങ്ങിയത്. മനസ്സിലായോ? ഓന് ലിറ്ററലി ഓൻ്റെ എന്തൊക്കെയോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ നോക്കി നടക്കുകയാണ്. ഈ RP കമ്മ്യൂണിറ്റി എന്നെ നിർത്താൻ പോവാണ്, വേറെ ഗെയിംസൊക്കെ കരഞ്ഞ് കളിക്കുക, യൂട്യൂബൊക്കെ നിർത്തുകയാണെന്നൊക്കെയാണ് ഓൻ പറയണത്. എന്താണെന്ന് അറിയില്ല. ഓൻ്റെതായ ഈ പറയണ പോലെ എത്രക്ക് തന്നെയാണെന്നുണ്ട് ഞാൻ അവനോട് പറഞ്ഞതാ, മിനിമം മന്ത്ലി ഒരു 25K to 40K ഒക്കെ മിനിമം നമുക്ക് ഇപ്പോൾ നമ്മളെ മെമ്പേഴ്സിനൊക്കെ മിനിമം കിട്ടുന്നുണ്ട്. ഏറ്റവും മിനിമം നമ്മളെ മെമ്പേഴ്സിന് കിട്ടുന്നുണ്ട് മന്ത്ലി. അപ്പോൾ അത് വെറുതെ കളയണോ? ഈ പറയുന്ന മൈൻഡ്ഫക്കും ഈ സ്ട്രെസ്സൊക്കെ ഒരു 1-2 മാസത്തിനേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ഈ പറയുന്ന TV നെറ്റും KV നെറ്റൊക്കെ ചിലപ്പോൾ എല്ലാ ഇഷ്യൂസും തീർന്ന് നമ്മൾ ചിലപ്പോൾ മര്യാദക്ക് പോവാം, പല രീതിക്കും ആവാ എന്ന് നമ്മൾ പറഞ്ഞിട്ടും ഓനതൊക്കെ പൈസൻ്റെ ഒക്കെ അപ്പുറത്ത് ഈ പറയുന്ന പോലെ മനസമാധാനമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഓൻ ഇതിന്ന് ഇറങ്ങിയത്. അപ്പം അത് ഓൻ്റെത് ഒരു നിർബന്ധിക്കണേന് നമുക്കൊരു ലിമിറ്റ്സ് ഉണ്ട്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓനെ നിർബന്ധിച്ച് പിടിച്ച് നിർത്തിയാൽ നമ്മളെ ആവശ്യത്തിന് ഓൻ കളിക്കുന്ന പോലെ ആവും. ഓന് പീസ്ഫുൾ ആയിട്ട് ഇതിന്റെ അകത്ത് കളിക്കാൻ കഴിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊരു പരിധിക്കപ്പുറത്ത് ഓനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. അത് എൻ്റെ എല്ലാവർക്കും ഇതൊക്കെ സമാധാനം തന്നെയാണ് എല്ലാവർക്കും വലുത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞ് RPയിൽ നമ്മൾ MRC ഗാങ്ങിന്റെ ലീഡർ സ്ഥാനം ഷമീർ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈവ് തന്നെ ഷെയ്ക്കിനെയും മാക്കിനെയും കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് റിപ്ലൈ എന്ന രീതിയിൽ ഷെയ്ക്കും നമ്മളെ ഷമീറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബ്രോ നോ ഹേറ്റ് ബട്ട് ഷെയ്ക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ദ 10 rupees. എടാ ഞാൻ അങ്ങനെ ആര് ഇതാ കണ്ടല്ലോ ബ്രോ ബട്ട് നോ ഹെയ്റ്റ് ബട്ട് ഷെയ്ക്ക് നല്ലോണം അവോയ്ഡ് ചെയ്യാൻ നോക്കിയാണ്. ഷെയ്ക്ക് അവോയ്ഡ് ചെയ്ത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് വാച്ചിങ് കൂടിയതിൻ്റെ പേരിൽ എൻ്റെ വാച്ചിങ് കുറക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് കണ്ടന്റ് കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പല പ്രാവശ്യം ഷമീർ പറഞ്ഞത് ഞാൻ അറിഞ്ഞതിന്റെ പേരിലാണ് ഞാൻ തന്നെ ഗ്യാപ്പ് എടുത്തത് അവൻ്റെ അടുത്ത്. മനസ്സിലായോ? അത് മാത്രം മനസ്സിലാക്കിയത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിന്റെ പ്രൂഫ് അടക്കം ഞാൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ബോറിംഗ് ആവും. മനസ്സിലായോ? എനിക്ക് കുറച്ച് മാന്യത ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇതിമ നിർത്തുന്നത്. ഇതേമാതിരി അല്ല ഞാൻ പറഞ്ഞ ആൾക്കാരും കേട്ട ആൾക്കാരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ മെൻഷൻ ചെയ്തതെന്ന് കൂടെ പറഞ്ഞേക്ക് ശരിക്ക്. അല്ല, ഇത് നമ്മൾ കുറെ ദിവസത്തിന് ശേഷം വന്നല്ലേ, നമുക്ക് നമ്മളതായ കുറെ കാര്യങ്ങൾ പറയാണ്ട് കഴിച്ചു. നിങ്ങളിത് മനസ്സിലാക്കണം. കാരണം ഈ ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. TVA ഇഷ്യൂ തുടങ്ങിയത് പോലും ഷമീറാണ്. അമ്പത്തൂരിന്റെ അണ്ടി എന്ന് പറഞ്ഞാണ്ട് ഒരു ഇഷ്യൂ തുടങ്ങിയത് ഓർമ്മ ഉണ്ടോ? അതിന്റെ മുമ്പുള്ളതൊക്കെ വരെ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് ഞാനും ഈഗിളും പിന്നെ അതേപോലെ മാക്കും രാവിലെ 4 മണി മുതൽ 6:30-7 മണി വരെ ഇരുന്ന് കണ്ട് ഞങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്ത് പോയ സാധനത്തിൽ പിന്നെ അമ്പത്തൂരിൻ്റെ അണ്ടി എന്ന് പറഞ്ഞാണ്ട് ഒരു ഇഷ്യൂ തുടങ്ങിയത് എന്നിട്ട് പോലും ഞാൻ ഷമീറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നത്. നമ്മളെല്ലാവരും അമ്പത്തൂരിനെ ഓനെ അറിയാത്തതുകൊണ്ടാണ് ഈഗിളങ്ങളൊന്ന് മനസ്സിലാക്കുന്നൊക്കെ പറഞ്ഞ് ഈഗിളിന് അന്നേ ഞങ്ങൾ സംസാരിച്ചത് പോലും ഷമീറിനെ സപ്പോർട്ട് ചെയ്തിട്ടാ. നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യമുണ്ട്. ഷമീറിന് പെർമനന്റ് ബാൻ കിട്ടേണ്ടതായിരുന്നു ഈ സെർവറിന്ന്. അതറിയോ നിങ്ങൾക്ക്? ഷമീറിന് ഇത് ഓന് പോലും അറിയുന്നുണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓന് എന്താന്ന് വെച്ചാല് രാത്രി വരുന്ന് ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് RP കയറുന്നു, ലീഡറാണെന്ന് പറഞ്ഞാണ്ട് ഓൻ RP ചെയ്യണ് പോണ്. ഇത്ര മാത്രമേ ഓന് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാങ് കൊണ്ട് ഓന് യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ അത്ര ഓന് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ ഈ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറയണില്ല, റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിന്നിട്ടില്ല. അല്ലെങ്കിൽ ഓൻ ഈ പറഞ്ഞ പോലെ ഓനെ വിളിച്ചൊന്നും അറിയിച്ചിട്ടില്ല. ഈ ഫാൽക്കന്റെ കേസ് ഓനെ അറിയിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഓൻ ഈ ലൈവില്. എടാ മാക്കേ, ഈ ഫാൽക്കന്റെ കേസ് നമ്മളെങ്ങനെയാ അറിയണത്? ഗ്രൂപ്പിൽ ഈ സാധനം വന്നിട്ടാ. ഈ പറയപ്പെട്ട ഗ്രൂപ്പിൽ ഓനും ഉണ്ട്. ഓനും ഈ എടുത്ത് നോക്കിയാ ഇത് കാണാവുന്നതേ ഉള്ളൂ. ഓനെന്താ ഇത് പോസ്റ്റ് ഇട്ടാൻ ഫോൺ ചെയ്ത് പറഞ്ഞോ ഞാൻ ഇതുപോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന്. ഒരു ലീഡർഷിപ്പിൽ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് സ്വയം ബോധമാണ്. മനസ്സിലായോ? അല്ലാതെ ഇതിൽ പറയണത് ഇന്നാരും വിളിച്ച് പറഞ്ഞില്ല, ഇന്നാരും വിളിച്ചുങ്ങാണ്ട് അത് നോക്കാൻ പറഞ്ഞില്ല, ഇന്നത് നോക്ക് ഇത് നോക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചില്ല. ഇനി ആരും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. മാക്കിനാരും ഏൽപ്പിച്ചോണോ ഇത് നോക്കണം എന്ന് പറഞ്ഞാണ്ട്? ഇത് എല്ലാരും അവനാനൊരു ബോധ്യമാണ്. മനസ്സിലായോ? എന്ത് ചെയ്യണം, ഞാൻ ആ പൊസിഷനിൽ നിൽക്കുമ്പം എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു സ്വന്തം ഒരു ബോധ്യമാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇത്
എടാ വീട് ഷെയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയട്ടെ, ഇത്രയും സംഭവങ്ങൾ ഈ ഒരു 2 മണിക്കൂറിൽ ഏകദേശം 1.5 മണിക്കൂറോളം ഞങ്ങൾക്കെതിരെ സംസാരിച്ചും കണ്ട് ഈ പോയ ഒരാള്, ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നല്ല, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കരുതിയിരുന്നത് നല്ല അപരാധിക്കാനാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ സത്യം പറയാലോ, ആ ദേഷ്യം ആ കഴിഞ്ഞ ഈ ഒരു 7 ദിവസം കൊണ്ട് ആ ദേഷ്യമൊക്കെ പോയി. പക്ഷെ സങ്കടം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, എത്രയ്ക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന് പറയാലോ. അത് മനസ്സിന്ന് പോകണില്ല. കൂടെ നിൽക്കുന്നവർ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല, ഞാൻ ഇത് അന്ന് തന്നെ ചോദിച്ചു. അന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്താന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം ഉണ്ടല്ലോ, അത് ആര് താങ്ങൂല. അതുകൊണ്ട് ഞാൻ ആ മറുപടി, എനിക്ക് അവൻ്റെ അടുത്ത് കിട്ടിയ മറുപടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിച്ചാൽ ലിറ്ററലി കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാൻസ്, OG ആയിട്ട് പണ്ട് മുതൽ എൻ്റെ കൂടെ കൂടിയ ആൾക്കാർ ലിറ്ററലി DM വന്നിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് എൻ്റെ ഗ്രൂപ്പ് എക്സിറ്റ് ആയിട്ട്, ഞാൻ എൻ്റെ ഗ്രൂപ്പ് മോഡ്സിന്റെ ഗ്രൂപ്പ് MRCയുടെ മോഡ്സിന്റെ ഗ്രൂപ്പിനകത്ത് വരെ ഞങ്ങളെ രണ്ടുപേരെയും പറ്റി സംസാരിക്കുന്നത് കേൾക്കാനോ ഒന്നും വയ്യാതെ അഡ്മിൻസ് ഓൺലി ആക്കി ഇടേണ്ട വന്നു. DM തുറക്കാൻ പറ്റുന്നില്ല. ഇതിന് മുന്നേ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഗ്യാങ്ങിൽ നിന്നുള്ള ഹേറ്റ് താങ്ങാം, കുഴപ്പമില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കേൾക്കാം. സ്വന്തം വീട്ടിൽ നിൽക്കുന്നവന്റെ അടുത്തു നിന്നുള്ള പ്രശ്നങ്ങളോ? MRC വേഴ്സസ് MRC അല്ലേ ബ്രോ? ഞാൻ ഒരു കാര്യം ബ്രോ, MRC വേഴ്സസ് MRC ഒന്നും അല്ല ബ്രോ. നിങ്ങൾ എന്തറിഞ്ഞിട്ടായി പറയണത്? അന്ന് ഞാൻ കുറെ സൂപ്പർ ചാറ്റ് കണ്ടല്ലോ. എന്തൊക്കെ സൂപ്പർ ചാറ്റാ കണ്ടത്? ഞാൻ ഒരു മിനിറ്റ് ശേഖർ, ഒറ്റ മിനിറ്റ്. അതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. കാരണം അന്ന് ഞാൻ കണ്ടത് ആര് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ലിറ്ററലി ഇങ്ങനെയായിരുന്നു അത്. ഷെയ്ക്കും മാക്കും ഷമീർ വളർത്തിയ മണ്ണിലാണ് നിൽക്കുക, എന്നിട്ട് അവനെ ഉമ്പിച്ചിട്ട് പോയല്ലോ എന്ന്. ഞാൻ വന്ന് നാളെ ഒരു ലൈവ് ഇട്ട്, എനിക്കിപ്പോ സത്യം പറഞ്ഞ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉള്ളതില്ല. ഞാൻ ഇന്ന് ഷെയ്ക്ക് ഇടുന്നതിനേക്കാളും മുന്നേ ലൈവ് ഇടണ്ട. എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് മാത്രമല്ല ലൈവ് ഇടാത്തത്. ഈ ഷമീർ വളർത്തിയ മണ്ണിലാണ് ഷെയ്ക്കും മാക്കും നിൽക്കുന്നതെന്ന് പറഞ്ഞ് സൂപ്പർ ചാറ്റ് ചെയ്ത ആളുടെ ശ്രദ്ധയ്ക്ക്, അവൻ ഈ ലൈവ് കാണുന്നുണ്ടെ കേട്ടോ, മാക്കിനെ ഷെയ്ക്ക് എങ്ങനെയാണ് വ്യൂസ് ഉണ്ടാക്കിയതെന്ന് ഷെയ്ക്കിന് അറിയാം. ഷെയ്ക്കിനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാം. മാക്ക് ഇപ്പോഴും വ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അല്ലെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആര് വളർത്തിയ മണ്ണിലാണെന്നോ, അല്ലെ ഞാൻ എന്നെ വളർത്താൻ ഉപയോഗിച്ച മണ്ണ് ഏതാണെന്നോ ഈ MRCയുടെ വ്യൂവേഴ്സിന് നല്ലോണം അറിയാം. മനസ്സിലായോ? പറയുമ്പോഴേ കുറച്ചൊക്കെ തലക്കകത്തുനിന്ന് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പറയണം. ആര് വളർത്തിയ മണ്ണ്, ഞാൻ വളർന്നു വന്നിട്ടുണ്ട് ഒരു ഒറ്റ മണ്ണുള്ളൂ. അത് ഏത് മണ്ണാന്ന് ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. MRC ഓഡിയൻസിനും അറിയാം, പുറത്തുള്ളവർക്കും അറിയാം ഞാൻ വളർന്നു വന്ന മണ്ണ് ഏതാണെന്നും എനിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് ആരുടെയാണെന്നും ഞാൻ ആരുടെ ബേസിലാണ് ഇവിടെ വന്ന് ഇരിക്കുന്നതെന്നും ഇപ്പൊ സംസാരിക്കുന്നതെന്നും ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ പേരിന്റെ അറ്റത്ത് 3 അക്ഷരം വന്നതെന്നും അതിനെല്ലാം അന്നും എന്നും ഒരൊറ്റ പേരേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ മുകളിലേക്ക് ഒരു പേരും കയറ്റി വെക്കാൻ ഒരുത്തനും നോക്കണ്ട. അതിനിപ്പോ ചത്താലും നടക്കാനും പോണില്ല. എടാ ഈ പറയണ ഷമീർ അടക്കം വ്യൂസ് കയറിയത് നിയാദ് എന്ന് പറയുന്ന ഒരാളുണ്ടായതുകൊണ്ട് മാത്രാ. മനസ്സിലായോ? നിയാദ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷമീർ ഇന്നില്ല, മാക്കില്ല, ഷെയ്ക്കില്ല, ആരുമില്ല. ഈ MRCയിലെ ഈ 32 പേരും ഇല്ല. നമ്മളൊക്കെ സ്ട്രീം ചെയ്തിരുന്നത് വെറും 100ഉം 200ഉം വ്യൂസിൽ തന്നെയാണ്. അതിന്ന് ഓൻ്റെ കുറേ ഓഡിയൻസിന് അങ്ങനെ ഞാൻ പറയട്ടെ, ഒരു 20,000 മുതൽ ഒരു 40,000 വരെ കിട്ടാത്ത ഒരു മെമ്പറും ഇന്ന് ഈ ഗ്യാങ്ങിലില്ല. 35-40 മെമ്പേഴ്സോളം ഓൾമോസ്റ്റ് ഉണ്ട്. 30 മെമ്പേഴ്സിനെ നിങ്ങൾ കൂട്ടിക്കോ, ഒരു 20,000 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6 ലക്ഷം 7 ലക്ഷം മന്ത്ലി ഓൾമോസ്റ്റ് കിട്ടണ ഒരു ഗ്യാങ്ങാണിത്. മിനിമം കേട്ടോ. അതിൽ കൂടുതൽ കിട്ടുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പൊ മിനിമം ആ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ, അത്രയും വാച്ചിങ് സ്പ്ലിറ്റ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അത് വെറും തൊപ്പി എന്ന് പറയുന്ന ഒരാളെ ഒരു കഴിവ് മാത്രാ. ഓൻ തന്നതാണിത്. മനസ്സിലായോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷമീറിന് വ്യൂസും വാച്ചിങ്ങും ഇതൊക്കെ തന്നെയാണ് അൾട്ടിമേറ്റ്. ഈ പറയുന്ന പോലെ ഓന് ഇത് നിർത്താൻ പോലും കാരണം ഓൻ്റെ എന്റർടൈൻമെന്റ് ലൈവ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ്. ഈ പറയുന്ന ഓന് വാച്ചിങ് കുറഞ്ഞപ്പോൾ പോലും നിയാദിനോട് ഞാൻ പറഞ്ഞതാണ് കാര്യങ്ങൾ. എടാ ഇവന് വാച്ചിങ് കുറയുന്നുണ്ട്, അത് നോക്കണം, കാരണം ഓൻ ലീഡറാണ്. ലീഡർ ആയാണ്ട് ഓന് വാച്ചിങ് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകമാവും എന്നൊക്കെ ഞാൻ നിയാദിനോട് പറഞ്ഞതാ. അതിന്റെ പിറ്റേന്നാണ് ഇപ്പൊ ഈ വന്നാണ്ട് ഓൻ ലീവ് ചെയ്യാണ്, MRC ലീവ് ചെയ്യാണെന്ന് പറഞ്ഞപ്പോൾ പോലും ഞാനും മാക്കും ഓനോട് വേണ്ട, കണ്ടിന്യൂ ഇത് ഈ സമയത്ത് നീയും കൂടി ഇതിന്ന് ലീഡർ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോറ്റുപോയ പോലെ, നമ്മൾ തോൽക്കാൻ നമ്മൾ സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടും, ഇല്ലടാ എനിക്കിത് കഴിയൂല, ഇത് ഭയങ്കര മൈൻഡ് ഫക്ക് ആവുകയാണ്, എൻ്റെ RP ഒന്നും ഇത് എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിപ്പോയ ഒരാള്, അഥവാ അവന്റെ കണ്ടന്റ് ഒന്നും അവന് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരാള് ലൈവിൽ വന്നുകാണ്ട് ഈ പറഞ്ഞ പോലെ എനിക്കും മാക്കിനും ഇൻഡയറക്ട്ലി കുറെ ഹെയ്റ്റ് തന്നിട്ടാണോ പോയത്. എന്തൊക്കെ ആയിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ആ സാധനം ഓൻ പോയപ്പോ ഈ പറഞ്ഞ പോലെ കുറെ മാക്കിനും ഇൻകുട്ട് കൊട്ടിങ്ങാണ്ടാണ് പോയത്. ആ സാധനമാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല എന്തൊക്കെ പറഞ്ഞാലും. കാരണം ഈ പറഞ്ഞ പോലെ TVയും KVNൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എതിർത്ത് നിൽക്കാം. പക്ഷെ ഇത് ഒരു സിറ്റി പരിപാടിയായി. ഞാൻ അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയതാ, നിർത്തിപ്പോയതാ. ഞാൻ സത്യം പറഞ്ഞ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് ഞാൻ അതിനോട് വിളിച്ചാണ് ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങുകയാണ്, നിങ്ങൾ നോക്കിക്കോളി എങ്ങനെയാന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാണ്ട് പോകുന്നതാ.
ഇത്രയും തലവേദന ഉണ്ടാക്കി തന്നിട്ട് ഓനും ഇതിൽ നിന്ന് ഊരിയാണ്ട് ഈ ഷമീർ പോയി എന്തായാലും. പക്ഷെ ഇത് നമ്മളിത് പിന്നെ ഇതിക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരും കണ്ടുകാണ്ട് നിൽക്കണതല്ല. ഈ പറയുന്ന പോലെ നമ്മളെ രണ്ടാളെയും കണ്ടുകാണ്ട് നിൽക്കണ ഒരു 10-35 ആൾക്കാരുണ്ട്. ഇതേമാതിരി തൊപ്പിനൊക്കെ കണ്ടുകാണ്ട് നിൽക്കണ, റാംബോനൊക്കെ കണ്ടുകാണ്ട് നിൽക്കണേ. നമ്മളും കൂടി ഇത് നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നാളെ അവർക്ക് ആരും ഉണ്ടാവില്ല. ഈ 35 ആൾക്കാരെ ഈ പല ഗ്യാങ്ങൊന്നും പല റെപ്യൂട്ടഡ് ഗ്യാങ്ങൊന്നും നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി വന്നിട്ട് നമ്മൾ ഇത് പൗതിക്കന്നിട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഭയങ്കര മൈൻഡ് ഫൊക്കെ ആയാണ്ട് ഓല പരിപാടികൾ ഓല ഇനി തിരിച്ചാ ഗ്യാങ്ങൊന്നും കയറാനും കഴിയൂല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇത് തിരിച്ചെത്തിക്ക് വരുന്നത്. ന്യൂ ലീഡർ എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി റാംബോ ആയിരിക്കും. അത് തീരുമാനിച്ചിട്ടില്ല. റാംബോ ആവാനാണ് ഒരു 90% ചാൻസ്. അപ്പം എന്തായാലും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.